കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതായിരുന്നു അവസാനത്തെ വീഡിയോ ആണെന്ന്. പക്ഷെ ഇപ്പോഴാണ് വേറൊരു ട്വിസ്റ്റ് കൂടി വരണത്. നമ്മുടെ സീക്രട്ട് ഏജന്റിന്റെ വീഡിയോ കുറച്ചു വന്ന സമയത്താണ് അതിനകത്ത് പ്രവീണിന്റെ ഓഡിയോ പുറത്തു വിട്ടത്. അതായത് പ്രവീണ് സംസാരിച്ചൊരു ഓഡിയോ സീക്രട്ടുമായിട്ട്. അപ്പൊ അതില് വ്യക്തമായിട്ട് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഇതിന്റെ ഇടയിലൂടെ കളിച്ച അല്ലെങ്കിൽ ഇതിന്റെ അവസാനം ക്ലൈമാക്സിൽ കൊണ്ടെത്തുന്ന സമയത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം ഈ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിൽ വിളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ വോയിസ് ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഇട്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ട്വിസ്റ്റ് ആണ് നമ്മൾ കേൾക്കണത്. അതായത് നമ്മുടെ പ്രവീണുമായിട്ട് കുറച്ച് ഇഷ്യൂസ് ഉള്ള ഒരു ചാനൽ, ആ ചാനലിലാണ് ഇന്നലെ ഈ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എന്ന് പറയുന്ന ഇവരുമായിട്ട് സംസാരിച്ച വോയിസ് ക്ലിപ്പും കാര്യങ്ങളൊക്കെ പുറത്തു വിട്ടേക്കുന്നത്, ആ ഒരു വീഡിയോ പുറത്തു വന്നേക്കുന്നത്. അപ്പോൾ അത് കാണുന്ന സമയത്ത് തന്നെ നമ്മൾ എല്ലാവരുടെയും മനസ്സിലേക്ക് വന്ന ഒരേ ഒരു കാര്യമായിരിക്കും, ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എന്നൊക്കെ വിളിക്കുന്ന സമയത്ത് ഇങ്ങനെ പബ്ലിക്കായിട്ട് അതിങ്ങനെ എല്ലാരെയും കാണിക്കെ വിളിച്ച് സംസാരിക്കുമോ എന്നുള്ളൊരു സംശയം എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അതിനൊരു ഉത്തരം എന്നോണമാണ് എന്തുകൊണ്ടാണ് ഈ വീഡിയോ വരാൻ കാരണം, ആ ഒരു ചാനലിൽ ഈ വീഡിയോ വരാൻ കാരണം എന്താണ് എന്നുള്ള ഇതിനുള്ള ഒരു ഉത്തരം തന്നെ പ്രവീണ് പറയുന്നുണ്ട് ആ ഒരു ഓഡിയോയിൽ. അപ്പൊ നമുക്ക് ആ ഒരു ഓഡിയോ ആദ്യം കേട്ടിട്ട് വരാം. പ്രവീൺ ഇതിനെ കുറിച്ച് പറയുന്ന ആ ഒരു ഓഡിയോ. ഈ മഴവിൽ കേരള എന്ന് പറഞ്ഞ എല്ലാം അവസാനിച്ചു എന്ന് നമ്മൾ കരുതുന്ന സമയത്ത് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എന്നും പറഞ്ഞുകൊണ്ട് അത് വേറെ തന്നെ, അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഹ്യൂമൻ റൈറ്റ്സ് അല്ല, ഇത് പ്രൈവറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു അതോറിറ്റി ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഒരു NGO ആണ് ഇവര് നടത്തുന്നത്. അവിടെ നിന്നാണ് വിളിച്ചേക്കുന്നത്. അവർക്ക് ഇതിനെ കുറിച്ചിട്ട് ചോദിക്കാനുള്ള ഒരു റൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞാണ് വിളിച്ചേക്കുന്നത്. ഇവര് വിളിക്കണ സമയത്ത് അവർക്ക് എന്താ പറയാ, സാധാരണ നമ്മളൊരു ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്ന സമയത്ത് തന്നെ, ഇതിൽ പ്രവീൺ പറയുന്ന സമയത്ത് തന്നെ സത്യം പറഞ്ഞാൽ ഇതാണോ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എന്ന് പ്രവീൺ എടുത്ത് ചോദിക്കുന്നുണ്ട്. അതായത് ഒരു ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം തന്നെ നിങ്ങളൊന്ന് നോക്കുക. കാരണം ഒരാളെ വിളിക്കുകയാണ്, അയാളുടെ അത്രയും പേഴ്സണൽ ആയിട്ടുള്ള ഒരു കോള് അയാളുടെ അനുവാദം ഇല്ലാതെ ഒരു ചാനലിൽ പുറത്തു വിടുകയാണ്. അത് വിളിക്കണതാരാണ്? അതാണ് ഏറ്റവും വലിയ ഇത്. ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എന്ന് വിളിക്കണം, ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്ന ഒരു അതോറിറ്റിനെ വിളിച്ചിട്ട് അവർ സംസാരിക്കുന്ന സമയത്ത് അപ്പുറത്ത് നിൽക്കണ ആളുടെ ഒരു റൈറ്റ് ഇല്ലേ, അല്ലെങ്കിൽ അയാളോട് മിനിമം ചോദിച്ച അനുവാദം വാങ്ങിയ ശേഷമല്ലേ ആ ഒരു വീഡിയോ ഇത് റെക്കോർഡഡ് ആണ്, ഇത് ഞങ്ങൾ നാളെ ഇടും, ഇങ്ങനൊരു ചാനലിൽ ഞാൻ കൊടുക്കുന്നുണ്ട് എന്ന് പറയാനുള്ള ഒരു റൈറ്റ് അവർക്കുണ്ട്. ഒരു മാന്യത എന്ന് പറയുന്ന ഒരു സംഭവം അവർക്ക് എന്തായാലും ഉണ്ട്. ആ ഒരു വ്യക്തി വിളിച്ചിട്ട് അവരെ സമാധാനിപ്പിക്കുകയും അല്ലെങ്കിൽ ഇതൊക്കെ ഒന്ന് കോംപ്രമൈസ് ആക്കണം, ഇങ്ങനെ പോയാൽ ശരിയാവോ എന്നൊക്കെ ചോദിച്ച് നല്ല രീതിയിൽ തന്നെ സംസാരിക്കുന്നുണ്ട്. അതൊക്കെ ഓക്കെയാണ്. അത് കോംപ്രമൈസ് ആക്കാൻ നോക്കിയതും അതൊന്നും ഓക്കെ ആക്കാൻ നോക്കിയതും ഒക്കെ ഓക്കെയാണ്. പക്ഷെ അതിൽ കാണിക്കേണ്ട ഒരു മാന്യത ഉണ്ടായിരുന്നു, അത് അവർ കാണിച്ചില്ല. അത് മാത്രമല്ല, ഇവരുടെ ഒരു പേഴ്സണൽ ഗ്രഡ്ജ് ഇതാക്കാൻ വേണ്ടി എന്തായാലും അറിയാം, ഇന്ന ചാനലിന് കൊടുക്കുന്നു അല്ലെങ്കിൽ ഇന്ന ചാനൽ ഇത് റെക്കോർഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും അവരത് അനുവദിക്കത്തുമില്ല, അവരതിന് വിടത്തൂല. പക്ഷെ അവരുടെ റീച്ചിന് വേണ്ടി മാത്രം ചെയ്ത ഒരു കാര്യമാണെന്നാണ് പറയുന്നത്. അതായത് പരമാവധി ഇവര് ഈ ഒരു കാര്യം കൊണ്ടുപോയി കേസ് കൊടുത്ത് അല്ലെങ്കിൽ ഈ ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ട് പോലും അവർ 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഇതിന്റെ തമ്പനയിൽ അടക്കം മാറ്റുന്നത്. അവർ പരമാവധി എല്ലാം കഴിഞ്ഞ ശേഷം ആണ് ഇതിന്റെ തമ്പനയിൽ പോലും മാറ്റുന്ന നല്ല രീതിയിലൊക്കെ പ്രവീണ് പറയുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി അവർ തകർന്ന് തരിപ്പടമായിട്ട് അവരുടെ ഫാമിലി മൊത്തം ഒരു മാതിരി ഇരിക്കുവാണ്. അതിന്റെ ഇടയിൽ കൂടിയാണ് ഇവര് എന്താണ് പറയേണ്ടത്, എങ്ങനെയൊക്കെ യൂസ് ചെയ്യാമോ അങ്ങനെയുള്ള രീതിയിലൊക്കെ ഇത് കൊണ്ടുപോയിട്ട് പേഴ്സണൽ ഗ്രഡ്ജ് തീർക്കുന്ന രീതിയിൽ ഇതാക്കിയേക്കുന്നത്. അപ്പൊ ഇതിനെക്കുറിച്ച് നമ്മളിപ്പം എന്താണ് പറയുന്നത്? കാരണം അവർ ഓൾറെഡി അവരുടെ അവസ്ഥ എന്ന് പറയുന്നത്, അവർ തന്നെയാണ് സോഷ്യൽ മീഡിയ കൊണ്ടിട്ടത്, അവർ തന്നെയാണ് പബ്ലിക് ആക്കിയത്, എല്ലാം അവർ തന്നെയാണ് ചെയ്തേക്കുന്നത്. അവർക്കൊരു അബദ്ധം പറ്റിയത് എന്താണെന്ന് വെച്ചാൽ, അവർക്ക് ഈ ആദ്യം തന്നെ പ്രവീണിനാണെങ്കിലും വന്നിട്ട് ഇങ്ങനെ പറഞ്ഞാൽ മതി, നമ്മൾ തമ്മിൽ ചെറിയൊരു ഇഷ്യൂസ് ഉണ്ട്, അത് നമ്മൾ തന്നെ തീർത്തോളാം എന്ന് പറയുന്നതിന് പകരം ഫോഴ്സ്ഫുള്ളി, അതായത് ഈ കമന്റ് ഇടുന്ന ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാരെ സബ്സ്ക്രൈബേഴ്സ് പോകുന്നു, ഇതൊക്കെ കണ്ടപ്പോഴേക്കും ആകെ പേടിച്ച അല്ലെങ്കിൽ ആകെ ഒരു ഭയങ്കരമായിട്ട് നെർവസ് ആയിട്ട് അവരറിയാതെ അവരുടെ എല്ലാ കാര്യങ്ങളും അങ്ങ് തുറന്നങ്ങ് പബ്ലിക്കിന് മുമ്പിൽ ഇട്ടുകൊടുത്തു. അത് ഒന്നും ആലോചിച്ചില്ല എന്നാണ് തോന്നുന്നത്. ആ ഒരു സമയത്ത് അപ്പുറത്ത് നിൽക്കുന്ന അനിയനാണെന്ന് അവരും അപ്പുറത്ത് നിൽക്കുന്ന ഏട്ടനാണെന്ന് ഇവരും അവരാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓർമ്മിക്കാതെ ചെയ്ത പല കാര്യങ്ങൾ. അതിൻ്റെ അകത്ത് സത്യം പറഞ്ഞാൽ അതെങ്ങനെയെങ്കിലും കോംപ്രമൈസ് ആയി അവർ ഓക്കെ ആകാൻ നോക്കുന്ന സമയത്താണ് അതിൻ്റെ ഇടക്കൂട്ടെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയിട്ട് ഈ ഒരു പേഴ്സണൽ ഗ്രഡ്ജ് തീർക്കാനെന്നുള്ള രീതിയിൽ ഇങ്ങനെ കുറച്ച് പേര് വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ ഇടയിൽ ഇന്നലെ പ്രവീൺ അവരുമായിട്ട് സംസാരിച്ചൊരു വോയിസ് ഉണ്ട്. അതായത് ഈ മഴവിൽ കേരളം എന്ന് പറയുന്ന ചാനലിൽ തന്നെ അവരുമായിട്ട് സംസാരിച്ചൊരു വോയിസ് ക്ലിപ്പ് ഉണ്ട്. നമ്മൾ എനിക്കുമില്ല, മൃദുലക്കുമില്ല, എനിക്കുമില്ല, പരാതിയില്ല, ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അതിനകത്ത് അവർ പറയുന്നൊരു കാര്യമാണ്, അതായത് ഇവർ ഭയങ്കരമായിട്ട് അവരെ ഇത് ചെയ്യുന്നുണ്ട്, അതായത് ഒന്ന് സമാധാനിപ്പിക്കാനോ ഒത്തുതീർപ്പാക്കാനോ ഒക്കെ അവരെ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ,
ഇത് എടുത്തു നോക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചിട്ട് കാര്യം എന്ന് വെച്ചാൽ പ്രവീൺ അറിയുന്നില്ല ഇത് റെക്കോർഡ് ചെയ്യുവാണ് എന്ന്. അപ്പൊ അറിയാതെ പ്രവീണ് ഇപ്പം ചിലപ്പോൾ അത്രയും കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു കോളാണെന്ന് വിചാരിച്ചിട്ട്, കാരണം ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുമ്പോൾ അതൊക്കെ ഉദ്ദേശിച്ചിട്ട് ചിലപ്പം പ്രവീൺ അറിയാതെ വല്ലതും അവരുടെ എന്താണ് ഇഷ്യൂസ് എന്നുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ വെട്ടിത്തുറന്ന് ഇവർ രണ്ടുപേരും പ്രണവാണെങ്കിലും അറിയാതെ എന്തെങ്കിലും പറഞ്ഞു പോയിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അവരുടെ വായിൽ നിന്ന് വേറെ എന്തെങ്കിലുമൊക്കെ വീണ് പോയിരുന്നുവെങ്കിൽ ഇത് വേറൊരു തുടക്കമായേനെ, അല്ലെങ്കിൽ വേറൊരു കോൺട്രവേഴ്സിയൽ തുടക്കമായിട്ട് അത് മാറിയേനെ. എന്തോ ഭാഗ്യത്തിന് അവരത് നല്ല രീതിയിൽ തന്നെ അവരുടെ കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങൾക്ക് പരാതിയില്ല എന്ന് പറഞ്ഞ് ആ രീതിയിൽ അത് അവസാനിപ്പിച്ചു. അല്ലായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ വായിൽ നിന്ന് ഇനിയും വേറെ എന്തെങ്കിലും അധികമായിട്ട് ഇപ്പോൾ ഓൾറെഡി അവർ പബ്ലിക്കാക്കിയതിൽ കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ വീണിരുന്നുവെങ്കിൽ അതും എടുത്ത്, അല്ലെങ്കിൽ അതും ഭയങ്കര രീതിയിൽ അങ്ങ് പോയേനെ. എല്ലാവരും കൂടി എങ്ങനെയെങ്കിലും അതൊന്ന് കോംപ്രമൈസ് ആക്കി അവരെങ്ങനെയെങ്കിലും പോട്ടെ എന്നുള്ള രീതിയിൽ വിട്ട് എല്ലാവരും വിട്ട സമയത്താണ് ഇങ്ങനെ ഒരു കോളും കൂടി വരുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു കോൾ വന്ന സമയത്താണ് ഇപ്പം പ്രവീൺ പറയുന്നത് പേഴ്സണൽ ക്രെഡിറ്റ് തീർക്കാൻ വേണ്ടി പരമാവധി യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി നോക്കുവാണെന്ന്. ആ വ്യക്തി നല്ല രീതിയിൽ തന്നെ അവരെ ഒന്ന് ആശ്വസിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട്, കാര്യങ്ങളുണ്ട്. പക്ഷെ അതിൽ കാണിക്കേണ്ട ഒരു മാന്യതയായിരുന്നു. ഇത് റെക്കോർഡ് ആണ്, റെക്കോർഡ് ചെയ്യുവാണ്, അല്ലെങ്കിൽ അവരുടെ പെർമിഷൻ മേടിക്കാതെ റെക്കോർഡ് ചെയ്യാന്ന് പറയുന്നത് ഒട്ടും നല്ല കാര്യമൊന്നും അല്ല. അത് പബ്ലിക്കിലേക്ക് ഇടണമാണ്. പബ്ലിക്കിലേക്ക് ഇടാന്ന് പറഞ്ഞാൽ അവർ അത്രയും സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആരും അറിയാത്ത ഒരാളല്ല. ഇത്രയും ഈ കോൺട്രവേഴ്ഷ്യൽ ഇത്രയും വലിയൊരു ഇഷ്യൂ ഈ അടുത്തൊന്നും ഉണ്ടായിട്ടില്ല. അത്രയും വലിയൊരു ഇഷ്യൂ എന്താ പറയുക, നമ്മുടെ യൂട്യൂബ് എടുത്താലും നമ്മൾ എവിടെ എടുത്താലും ഈ ഇഷ്യൂ മാത്രമേ ഉള്ളൂ. ആ രീതിയിൽ കിടക്കുന്ന ഒരു ഇഷ്യൂവിനെ കുറിച്ചിട്ട് അവരുടെ വ്യൂസിന് വേണ്ടിയിട്ടാണ്. അത് വേറൊരു കാര്യം. ഇപ്പം പ്രവീൺ പറയുന്നത് പോലെ തന്നെ വ്യൂസിന് വേണ്ടിയിട്ടായിരിക്കാം അവരിത് ചെയ്തേക്കുന്നത്. അപ്പൊ എന്തായാലും ശരി, ഈ ഒരു സമയത്ത് എല്ലാം കോംപ്രമൈസ് ആക്കി അവർ പോയി എന്ന് പറഞ്ഞ് എല്ലാം സ്റ്റോറിയും കഴിഞ്ഞ് സ്റ്റോറിയൊക്കെ ഇട്ട് എല്ലാം കഴിഞ്ഞ് പോകുന്ന സമയത്ത് ആ ഒരു നിമിഷത്തിൽ ഇങ്ങനെ ഒരു ഇത് വരണ സമയത്ത് ആരായാലും എന്താ പറയാ, എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട് പ്രണവിന്റെ വോയിസ് കൂടി ഉണ്ടല്ലോ. പ്രണവിന്റെ ഒരു പ്രതികരണം ഇതുവരെ എവിടെയും വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ പ്രണവും അറിയുന്നില്ല, പ്രവീണും അറിയുന്നില്ല ഇത് റെക്കോർഡ് ചെയ്യുവാണെന്ന്. അതാണ് അതിലെ ഏറ്റവും വലിയൊരു കോമഡി. അപ്പോൾ അത് വളരെ മോശം കാര്യമാണ്. എന്തായാലും അങ്ങനെയൊന്നും എന്താ പറയുക, ഇത്രയും വലിയൊരു ഇഷ്യൂ കാര്യങ്ങൾ, ഇത്രയും വലിയ ഇഷ്യൂ എന്നല്ല, ആരുടെ ആണെങ്കിലും അപ്പുറത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളുടെ ഒരു അനുവാദം ഇല്ലാതെ ഒരു വോയിസ് എടുത്തിട്ട് അത് പുറത്ത് വിടുക എന്ന് പറയുന്നത് ഇത്രയും, നമുക്കറിയാം ഈ ഒരു ഇഷ്യൂ എത്രത്തോളം ക്രൂഷ്യൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ അവരുടെ ഫാമിലിനെ എത്രത്തോളം ബാധിച്ചിട്ടുള്ള, അവരുടെ കയ്യിൽ നിന്ന് പോയി നിൽക്കുന്ന ഒരു ഇഷ്യൂ ആണ്. ഇനിയിപ്പോൾ അവരെങ്ങനെ വീഡിയോസ് ഇട്ട് കാര്യങ്ങൾ, അവരുടെ വീഡിയോസിന് താഴെ ഇപ്പോഴും ആൾക്കാർ വന്ന് പറയുന്നുണ്ട്, അതായത് ഇനി നിങ്ങൾ വീഡിയോസും കാര്യങ്ങളായിട്ട് വരണം, അങ്ങനെ വരണം, ഇങ്ങനെ വരണം എന്ന്. പക്ഷെ ഇതേ പറഞ്ഞ ആൾക്കാർ തന്നെയാണ് അവരെ കൊണ്ട് ഫോഴ്സ് ചെയ്യിപ്പിച്ച് ഇങ്ങനെയുള്ള അബദ്ധങ്ങളെ കൊണ്ട് ചാടിച്ചേക്കുന്നതൊന്നും വേറൊരു യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.